നമ്മുടെ ക്രിസ്മസ് ഡ്രസ് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ദിവസത്തെ മെനക്കേടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡ്രസ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ കറണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെസ്കിൽ ഞാൻ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡെസ്കിൻ്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈമെലഡി ക്രോമി മിക്സ്ഡ് ആയിട്ടുള്ളൊരു തീമാണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് റിമൂവ് ആക്കിയിട്ട് നമ്മുടെ മേക്ക് ഓവർ അങ്ങനെ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മേക്ക് ഓവറിലേക്ക് ഞാൻ 2 ഐറ്റം കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ ഇതുവരെ ചെയ്തിട്ടുള്ള ക്രിസ്മസ് ക്രാഫ്റ്റിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം. നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിൽ ചെയ്യുന്നതെല്ലാം നമ്മുടെ കയ്യിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റിൽ ഞാൻ 2 കുഞ്ഞ് ബോൾസ് യൂസ് ചെയ്തിട്ട് സ്നോമാൻ ഉണ്ടാക്കാനാണ് കേട്ടോ ഞാനത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വൈറ്റ് കളർ പെയിൻറ്റ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഞാനൊരു കുഞ്ഞ് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീതിയുള്ള ഐസ്ക്രീം സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ടോട്ടൽ 6 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ 4 വാൾസും അതേപോലെ റൂഫും കൂടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൈൻകോൺ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു ക്രാഫ്റ്റിൽ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് അത് ഞാൻ ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് തന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സാന്റാക്ലോസിനെ ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. കാരണം ഞാൻ ക്ലേ വെച്ച് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സാന്റാക്ലോസിനെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ സ്നോമാന് വലുതും സാന്റാക്ലോസ് ചെറുതുമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ. നെക്സ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു നമ്മുടെ ടിഷ്യൂ പേപ്പർ റോൾ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ. ഇത് ആക്ച്വലി ക്ലിംഗ് റാപ്പിൻ്റെ റോളാണ്. ബട്ട് ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ബാക്കി പാർട്ടെല്ലാം ഞാൻ എടുക്കാൻ മറന്നുപോയി എന്നുള്ളത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത്. ആൻഡ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ആണോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റാക്കിയത്. ഇനി നമുക്ക് ഡെസ്ക് കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാം.
ഡെസ്കിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണാം.